ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു ഉത്സവം കൂടാൻ പോവാട്ടോ. എൻ്റെ അച്ഛൻ്റെ തറവാടായിട്ടുള്ള അത്തോളിക്കമ്മില് കരിയാത്തൻ ഭഗവതിക്കാവില് ഇന്ന് ഉത്സവമാണ്. ഡിസംബർ 25-നാട്ടോ ഞായറാഴ്ചയായിരുന്നു ഉത്സവം. അങ്ങനെ ഞങ്ങൾ ചെല്ലുന്ന സമയം എന്ന് പറയുന്നത് ഒരു 10:30, 11 മണിയൊക്കെ ആവുന്ന സമയത്തായിരുന്നു. ഈ സമയത്ത് എന്താണെന്ന് വെച്ചാൽ അവിടെ ആഘോഷവരവായിരുന്നു. അതായത് കലശം എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന ചടങ്ങ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഇളനീരൊക്കെ അയൽവാസികളായിട്ട് വീട്ടുകളിൽ നിന്നൊക്കെ ഇളനീരൊക്കെ കെട്ടിയിറക്കും. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് അതെല്ലാം കൂടെ കൊണ്ടുവരുന്ന സമയമാണത്. അപ്പോൾ ആ സമയത്ത് അവരെ സ്വീകരിക്കാൻ വേണ്ടി ഈ കലശവും ഇളനീർ വെപ്പൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ അത് സ്വീകരിക്കാൻ വേണ്ടി പോവും. കൂടെ ആ സമയത്ത് നമുക്ക് മുത്തപ്പൻ്റെ വെള്ളാട്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് മുത്തപ്പൻ്റെ വെള്ളാട്ട്. പിന്നെ ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരും തന്നെ ഉണ്ടായിരുന്നു ഈ സമയത്ത്. ഞങ്ങൾക്ക് എല്ലാവരും ഒന്ന് കാണാൻ പറ്റുന്നൊരു സമയമായിരുന്നു. ചാരുവിന് ഇതെല്ലാം ഒരു പുതിയ അനുഭവമാണ് കേട്ടോ. അവൾ കുഞ്ഞാകുമ്പോഴാണ് ഞങ്ങൾ പോയിട്ടുണ്ടായത്. അപ്പോൾ അവൾക്ക് അത്രയ്ക്കൊരു അറിയുന്നൊരു പ്രായമല്ല. പക്ഷെ ചെണ്ടക്കൊട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത് അവൾക്ക് ചെണ്ടക്കൊട്ടും അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കുന്നവൾക്ക് അവൾക്ക് ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞൊരു കാര്യങ്ങളായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സമയം വെച്ചാൽ തറവാട്ടിലേക്ക് മുത്തപ്പൻ്റെ വെള്ളാട്ട് വന്നിട്ട് അവരെ സ്വീകരിച്ച് നമ്മളെ തറവാട്ടിലേക്ക് കയറ്റിയിരുത്തി അങ്ങനെ കുറച്ച് പൂവും അരിയും പൂവൊക്കെ കൊടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. ആ സമയമാട്ടോ. പിന്നെ ഈ സമയത്ത് നമ്മൾ ചാരുക്കുട്ടി അപ്പാപ്പേൻ്റെ കൂടെ അവിടെ തന്നെ ഉണ്ട്. അപ്പാപ്പയും അമ്മമ്മയും ഒക്കെ അവളുടെ കൂടെ തന്നെ ഉണ്ട്, ചാരുവിൻ്റെ കൂടെ. സത്യം പറഞ്ഞാൽ ചാരു ഇതെല്ലാം ആസ്വദിച്ച് കാണുന്നുണ്ട് ഞമ്മക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. ഞങ്ങൾ ഈ ഒരു പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഭക്ഷണം കഴിക്കാൻ പോയത്. നല്ലൊരു അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. പായസമൊക്കെ ഉള്ള നല്ലൊരു സദ്യയായിരുന്നു കേട്ടോ. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്